MSC ELSA-3 കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകളിൽ തട്ടി വീണ്ടും മത്സ്യത്തൊഴിലാളികളുടെ വല കീറി. എറണാകുളം തോപ്പുംപടിയിൽ നിന്നും മീൻപിടുത്തത്തിന് പോയ 5 വള്ളങ്ങളിലെ വലകളാണ് കീറിയത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. ഇന്നലെ വല അടിച്ചിട്ട് ഞങ്ങൾക്ക് ആപ്പട കിട്ടാൻ പോയതായിരുന്നു. ഒരു 10-40 ലക്ഷം രൂപയുടെ മത്തിയാണ് വലയുടെ അത് കയറിയത്. ഈ കപ്പലിൽ നിന്ന് ഒഴി വന്ന് എന്തോ പണ്ടാരം കയറി ഉടക്കി പിടിച്ചതാണ്. ഇന്നത്തെ പണി പോയി, ഇന്നത്തെ പണി പോയി, ഇനി 2 ദിവസം പണി കൂടി കഴിയണം, എന്നാലേ വലപ്പണി റെഡിയായി കിട്ടത്തുള്ളൂ. ഒരു ദിവസം 60 ആളുണ്ട് ഞങ്ങൾക്ക് വലപ്പണിക്ക്. 1000 രൂപ വെച്ച് 60,000 വലപ്പണിക്ക് തന്നെയാവും. പിന്നെ വല ഇപ്പോൾ 500 കിലോ വല എടുത്തിട്ടുണ്ട്. 500 കിലോ വലക്ക് 5-25 2.5 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഒരു 15 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ്. സാധാരണക്കാരുടെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് അവരുടെ ജീവിത പ്രശ്നമാണ്. ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ മിനിമം ഒരു മുന്നറിയിപ്പെങ്കിലും നൽകാമായിരുന്നു. ഏത് ഭാഗങ്ങളിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് പോകുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നൊക്കെ. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ആണുണ്ടായിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സാധാരണക്കാർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ MSC ELSA-3 കപ്പലപകടവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ മത്സ്യമേഖലയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിട്ട് കൂടെ മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അഴിമുഖത്തേക്ക് മീൻ പിടിക്കുന്നതിന് വേണ്ടി പോകുന്നവർക്ക് വലിയ തരത്തിലുള്ള ദുരിതമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ചെല്ലാനത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ 5 വള്ളങ്ങളുടെ വലകളാണ് നശിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തോപ്പുംപൊടിയിൽ നിന്നും പോയിട്ടുള്ള 5 വള്ളങ്ങളുടെ വലകൾ നശിച്ചിരിക്കുന്നത്. അങ്ങനെ 10 വള്ളങ്ങളിലെ വലകൾ തന്നെയാണ് നശിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ MSC ELSA-3 കപ്പലിൽ നിന്ന് വന്നിരിക്കുന്ന കണ്ടെയ്നറുകൾ, അത് തന്നെ അല്ലെങ്കിൽ കപ്പലിന്റെ അവശിഷ്ടങ്ങളുമായി ഇതിൽ തട്ടിയാണ്, ഉടക്കിയാണ് ഈ വലകൾ കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ വലകൾ നന്നാക്കുന്നത്, ഈ വള്ളങ്ങൾ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളാണ് ഇവർക്ക് വില വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ദുരിതമാണ് ഈ മത്സ്യബന്ധന മേഖലയിലെ ഈ തൊഴിലാളികൾ അനുഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ട്, അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പ്രശ്നങ്ങളിലേക്ക് സർക്കാർ വേണ്ടത്ര ഒരു ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നും ഇവർ പരാതിപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ മത്സ്യബന്ധന മേഖലയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളിയിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിന് പോയ 9 വള്ളങ്ങളിലെ വലകളാണ് കഴിഞ്ഞ ദിവസം തോട്ടപ്പള്ളിയിൽ നിന്ന് പോയ ഈ വള്ളങ്ങളിലെ വലകൾ നശിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ദുരിതമാണ് ക്രിസ്റ്റീന അവർ അനുഭവിക്കുന്നത്. ശരി, മത്സ്യത്തൊഴിലാളികളുടെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന്.